നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടേയിരിക്കുകയാണ്. വളരെ കിടലൻ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. തകർപ്പൻ പ്രകടനങ്ങളുമായിട്ട് താരങ്ങൾ മിന്നിക്കത്തുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്താണ്? തൊട്ടുടനെ T20 വേൾഡ് കപ്പാണ്. T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് എന്ന് പ്രഖ്യാപിക്കും. ഇതാ തൊട്ടുടനെ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ വരുന്നു. ഒരാഴ്ചക്കപ്പുറം T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ട് വരുന്നു. ദൈനിക് ജാഗരന്റെ റിപ്പോർട്ടർ അഭിഷേക് ത്രിപാഠി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത്, ഇന്ത്യൻ ടീം ഫോർ ദി T20I വേൾഡ് കപ്പ് ഈസ് ലൈക്ലി ടു ബി പിക്ഡ് ഓൺ April 27th or 28th. അപ്പോൾ 27-ാം തീയതിയോ 28-ാം തീയതിയോ ആയിട്ട് ഇന്ത്യയുടെ T20 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കും എന്നാണ്, അതിനുള്ള സാധ്യതകളാണ് ഇപ്പോഴുള്ളത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മിക്ക മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകളിലൊക്കെ അത് ഉണ്ടായിരുന്നു. ഏപ്രിൽ അവസാനത്തിലോ മെയ് തുടക്കത്തിലോ ആയിട്ട് ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഒരു ഡേറ്റ് പറയുന്നു, 27-ഓ 28-ഓ ആ ദിനങ്ങളിൽ ഇന്ത്യയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കും. പലതരത്തിലുള്ള വാർത്തകൾ ഇന്ത്യൻ സ്ക്വാഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പ്രചരിക്കുന്നില്ലേ? ചിലർ കൊടുത്തിരുന്നു. പ്രധാനമായിട്ടും സ്പോർട്സ് കീടയാണ് അത് കൊടുത്ത് കണ്ടത്. ഹാർദിക്കിനോട് ബൗൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, എങ്കിൽ മാത്രമേ ടീമിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ ഈ തരത്തിൽ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അത് അജിത് അഗാർക്കറും രാഹുൽ ദ്രാവിഡും രോഹിത്തും ചേർന്നെടുത്ത തീരുമാനമാണ്. കോഹ്ലിക്കൊപ്പം ഇതാ ഓപ്പൺ ചെയ്യാൻ പോകുന്നു രോഹിത്ത് എന്ന് വാർത്ത വന്നു. പക്ഷെ അതിനോട് രോഹിത്ത് തന്നെ പ്രതികരിച്ചു, ഞാനോ രാഹുൽ ഭായിയോ അജിത്ത് അഗാർക്കറോ പറയാതെ ഇത്തരം വാർത്തകളിലൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെ രോഹിത് ശർമ്മ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. റൂമറുകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ആരാധകരെന്തായാലും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. T20 വേൾഡ് കപ്പിന് സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ IPL പ്രകടനം പരിഗണിക്കും എന്ന പ്രതീക്ഷയിലിരിക്കുന്ന കുറേ താരങ്ങളുണ്ട്. സഞ്ജു സാംസൺ അത്തരത്തിലുള്ളൊരു കളിക്കാരനാണ്. അതുപോലെ തന്നെ ഋഷഭ് പന്തിൻ്റെ മടങ്ങി വരവ് പ്രതീക്ഷിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അതുപോലെ കോഹ്ലിയെ വേൾഡ് കപ്പ് ടീമിലേക്ക് എടുക്കുമോ, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്തായിരിക്കും, ഓപ്പണറാവുമോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേറെ വരുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കവേ അതിനുത്തരം നമുക്ക് ഈ മാസം 27-ന് അല്ലെങ്കിൽ 28-ന് ലഭിക്കും എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. കാത്തിരിക്കാം. വേൾഡ് കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി. വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് അറിയാമല്ലോ, ജൂൺ 2-നാണ്. ഇത്തവണ USA-യിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് T20 വേൾഡ് കപ്പ് നടക്കുന്നത്. ജൂൺ 2-നാണ് വേൾഡ് കപ്പിൽ ആദ്യ മത്സരം. യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയും തമ്മിൽ അന്ന് മത്സരമുണ്ട്. ഒപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസും പാപ്പുവ ന്യൂ ഗിനിയയും തമ്മിൽ അന്ന് മത്സരമുണ്ട്. ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത് ജൂൺ 5-നാണ്. എതിരാളികൾ അയർലൻഡാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.